ഹലോ! എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് കുടുംബത്തിൻ്റെ പുതുവത്സരാശംസകൾ. അങ്ങനെ പുതുവത്സരമായിട്ട് ഞങ്ങൾ ഇന്ന് ഒരു ഔട്ടിങ്ങിന് പോവാണ്. മക്കളുമൊക്കെ ആയിട്ട്. ഞങ്ങളെല്ലാവരും കൂടെ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഗ്ലോബൽ വില്ലേജ്. അങ്ങനെ ഗ്ലോബൽ വില്ലേജ് കാണാനായിട്ട് ഞങ്ങൾ മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണേ. അപ്പം മക്കൾ നല്ല ഉറക്കമാണ്. അപ്പോൾ അവർക്ക് ഉച്ച കഴിഞ്ഞ് ഉറങ്ങേണ്ട സമയമായത് കൊണ്ട് അവർ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അവർ വണ്ടിയിൽ കയറി ഉടനെ നോഹിന് പിന്നെ അറിയാമല്ലോ, പിന്നെ നോഹ് അങ്ങ് ഉറങ്ങും, കിടക്കും. അങ്ങനെ അവർ ഉറങ്ങുമായിരുന്നു. അപ്പം ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് 4 മണിക്കാണ് പാസ്. അപ്പം വഴി ട്രാഫിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ട് ഞങ്ങൾ 4 മണിയായി. കറക്റ്റ് പാസ് എടുക്കാറായപ്പോൾ ഞങ്ങളിവിടെ എത്തി. ആ കോമ്പൗണ്ടിൽ കയറി. അങ്ങനെ അവിടെ വന്നു. പിന്നെ ഞങ്ങളുടെ വണ്ടി എന്നോട് പറഞ്ഞു ആണ്ടാ കാണുന്നതാന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ കാണിച്ചു തന്നപ്പോൾ ഞാൻ അവിടെ ചെറുതായിട്ട് വീഡിയോ എടുത്തു. എന്നാലും എനിക്ക് അങ്ങനെ അടുത്ത് കാണാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ അടുത്തോട് പറഞ്ഞു, ഇപ്പം നമ്മൾ കാർ പാർക്കിങ് ചെയ്യാനായിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കാർ പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് നടന്ന് വേണം റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ. അങ്ങനെ അവിടെ വന്ന് ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് മക്കളുടെ വണ്ടി എടുത്ത് വെളിയിൽ വെച്ച് അവരെ അതിനകത്ത് ഇരുത്താനായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോ പിടിക്കുകയാണ്. പിള്ളേർ വെയിലാണ്, നല്ല വെയിലുണ്ട്. നോക്കുട്ടനും ലുക്കുട്ടനും അതിനകത്ത് ഇരുന്ന് പിന്നെ സാൻ്റെ പപ്പ വണ്ടി തള്ളി മുന്നേ പോയി. അപ്പം ഞാനും ടോൺസി മമ്മിയും കൂടെ പതിയെ പുറകെ ഇങ്ങനെ നടന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടന്ന് പോവുക. അപ്പം മമ്മി മുന്നേ നടന്നപ്പോൾ ഞാനും പുറകെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുമല്ലേ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇപ്പുറം നിന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം. അപ്പോൾ വണ്ടി ഓടുന്ന സ്ഥലമാണേ. അങ്ങനെ അവിടെ റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ മക്കളുമായിട്ട് ഗ്ലോബൽ വില്ലേജിൻ്റെ കോമ്പൗണ്ടിലോട്ട് കയറി. അങ്ങനെ അവിടെ എത്തി. അങ്ങനെ വെയിലുണ്ട്, നല്ല വെയിലാണേ. വെയിലായതുകൊണ്ട് അങ്ങനെ വെയിൽ മങ്ങി വരിക. എന്നാലും നല്ല തണുപ്പും വീഴാൻ തുടങ്ങിയായിരുന്നു. പിന്നെ അവിടുന്ന് കുറേ നടന്ന് വേണം അകത്തോട്ട് കയറാനായിട്ട്. നടപ്പാണ് കേട്ടോ, എൻ്റെ പൊന്നേ. നടന്ന് ഞങ്ങൾ ആ സൈഡിൽ വന്നിട്ട് ഇനിയിപ്പം അവിടെ വന്ന് കുറച്ച് നിന്ന് ഇനിയിപ്പം പാസ് എടുക്കണം. പാസ് എടുത്തിട്ട് വേണം അകത്ത് കയറാൻ. പാസ് എടുക്കാനായിട്ട് സാൻ്റെ പപ്പ പോയ സമയം കൊണ്ട് ഞാൻ ചുമ്മാതെ അതിൻ്റെ ആ ഫ്രണ്ടിലെ അതൊക്കെ എടുത്ത്. ആൾക്കാരാണ് ക്യൂ നിൽക്കുക. പിന്നെ ഒക്കെ ചെക്കിങ് ഉണ്ട്. പിന്നെ വണ്ടിയും ബാഗും ഒക്കെ ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് അതെല്ലാം ചെക്ക് ചെയ്തിട്ട് അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ ചെക്കിങ്ങിൻ്റെ സ്ഥലം വേറെയാണ്. ക്യൂ നിൽക്കാനായിട്ട് അപ്പുറം പോയി നിൽക്കാം. ബാഗൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അന്ന് അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാൻ്റെ പപ്പ അതെടുക്കാൻ പോയിരിക്കുക. എൻ്റെ പപ്പ അത് എടുത്തുകൊണ്ട് വരണ്ടേ, പാസ് എടുത്തുകൊണ്ട് വരാതെ നമുക്ക് കയറാനും പറ്റത്തില്ല. ഞങ്ങൾ ക്യൂ നിന്നുമില്ല. അപ്പം ആൾക്കാർ ഒരുപാടുണ്ട്, എന്നാലും ഞങ്ങൾ നിന്നില്ല. പിന്നെ സാൻ്റെ പപ്പ വന്നു. അത് കഴിഞ്ഞ് പാസ്സൊക്കെ കൊടുത്ത് ഞങ്ങൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പോൾ ഭയങ്കര രസമുള്ളതാണേ. ഭയങ്കര രസമാണ് കാണാൻ. അപ്പം പെട്ടെന്ന് ചെന്നപ്പം നാട്ടിലെ ഒരിത് വന്നു. എന്ന് വെച്ചാൽ നാട്ടിൽ നമ്മൾ ഉത്സവത്തിനും പിന്നെ പള്ളി പെരുന്നാളിനും ഒക്കെ പോകുന്ന ഒരിതില്ലേ, ചെറപ്പിനും ഒക്കെ പോകുന്നതിൻ്റെ ആ ഒരു ഫീലായിരുന്നു. അകത്തോട്ട് കയറിയപ്പം ഭയങ്കര കടകളും എനിക്ക് നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നേ. എനിക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പക്ഷെ നടക്കണം, ഭയങ്കര നടപ്പ് നമുക്ക് അങ്ങോട്ട് പറ്റത്തില്ല. കുറേ നടന്ന് കാല് കഴയ്ക്കും. അവിടുന്ന് കയറി പിന്നെ തുടങ്ങിയതല്ലേ ഉള്ളൂ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് നടന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചും പറഞ്ഞും ഫോട്ടോ ഒന്നും എടുക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. ഫോട്ടോ ഇപ്പം മക്കളെ കൊണ്ടൊന്നും എടുക്കാനേ പറ്റത്തില്ലായിരുന്നു. അവരുടേത് നേരെ ചൊവ്വേ ഒരു ഫോട്ടോ പോലും എടുത്തില്ല. പിന്നെ ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അത് മാത്രമായിരുന്നു ഞങ്ങൾക്ക് ആകെ കൂടി ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് പിന്നെ ഇടയ്ക്ക് ഞാനും പിള്ളേരുമായിട്ട് സെൽഫി എടുത്തെങ്കിലും മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാം ഫുള്ള് നടന്ന് പോവുമായിരുന്നു. പിന്നെ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഓരോരോ രാജ്യങ്ങളാണ് അവരവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ രാജ്യം അപ്പം ആദ്യം കണ്ട പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ കണ്ടു കഴിഞ്ഞപ്പം അപ്പോൾ എന്നോട് എൻ്റെ പപ്പ പറഞ്ഞു തന്നു, പാകിസ്ഥാനാണെങ്കിൽ അതിനകത്ത് കയറിയാൽ അവരുടെയൊക്കെ ഓരോ കാഴ്ചകളും ഡ്രസ്സുകളും പിന്നെ ഫുഡുകളും അങ്ങനെ കുറേ ഐറ്റങ്ങളാണെന്ന് പറഞ്ഞു. അങ്ങനെ നടന്നിങ്ങോട്ട് വന്ന വഴിക്കാണ് ഒരു ഐസ്ക്രീംകാർ ഇങ്ങനെ ഒരു കൊച്ചിനെ ഇട്ടുകൊണ്ട് പറ്റിക്കുക. അവരിങ്ങനെ കാണിക്കുക, പറ്റിക്കുക. അത് കണ്ട് ഞങ്ങൾക്കും അത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര നാണക്കേട് പോലെയൊക്കെ തോന്നി, കളിയാക്കുന്നു. അവർ കുറേ പ്രാവശ്യം പറ്റിച്ച് കഴിഞ്ഞാൽ അത് തരത്തുള്ളൂ. പിന്നെ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആദ്യം അടുത്ത് കണ്ടപ്പോൾ
മാങ്ങ പലതരം മാങ്ങയൊക്കെ ഉള്ള അതാണ് മമ്മി അവിടെ നിന്നോട് പറഞ്ഞ് നമുക്ക് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ പറഞ്ഞു അതിന് വാങ്ങിക്കാം, നമുക്ക് കുറച്ചങ്ങോട്ട് നടന്നു കഴിയുമ്പം മാങ്ങ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് വെറൈറ്റി ആയിട്ടുള്ള എന്നാങ്കിലുമൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു വരുമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നു വന്നു കഴിഞ്ഞ് അവിടെ നിന്ന് അവന്മാരുമായിട്ട് അങ്ങനെ നിന്നാ പോയേ. ഓരോന്നും കാണിച്ചൊക്കെ വേണ്ടേ, എനിക്ക് പറഞ്ഞു തരുന്നുമുണ്ട്. പക്ഷേ എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞ പക്ഷേ ഭയങ്കര കടയെന്ന് പറഞ്ഞാൽ ഒത്തിരി കട, ഒരുപാട് പൂക്കളുകളും എല്ലാം നല്ല രസമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ആ സ്ഥലം, ഗ്ലോബൽ വില്ലേജ്. അങ്ങനെ അവർ മുന്നേ നടന്നങ്ങ് പോയി. ഞാൻ പതിയെ പുറകെ വീഡിയോ എടുത്ത് വരുന്നതുകൊണ്ട് താമസം. പിന്നെ മമ്മി അവിടെ എന്നെ നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ നടന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എല്ലാം പറഞ്ഞു തരും കേട്ടോ. എല്ലാം അങ്ങനെയാണ്, വീഡിയോ എടുക്കുക അങ്ങനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞെല്ലാം തരും. രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എനിക്ക്, എന്നോട് എല്ലാം പറഞ്ഞു തരികയൊക്കെ ചെയ്യും. അങ്ങനെ പിന്നെ കുറച്ച് ഇങ്ങനെ നമ്മുടെ എന്നാ പറയണ്ടേ, അതെനിക്ക് പറയാൻ കുറേ ഇങ്ങനെ എങ്ങനെ ജോക്കറിനെ പോലൊക്കെ ഒരുങ്ങിയിട്ട് അവർ ഭയങ്കരമായിട്ട് ഡാൻസൊക്കെ കളിക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ അവരിങ്ങനെ വണ്ടിയിൽ കൂടെ ഇങ്ങനെ ഡാൻസ് കളിച്ച് പോകുന്ന ഞങ്ങളെന്നാൽ അവരുടെ പുറകെ കുറച്ച് നേരം പോകാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അവർ കുറച്ച് നേരം അവർ ഭയങ്കരമായിട്ട് ഡാൻസ്, അതിലൊരു പയ്യനാണെങ്കിൽ ആ വണ്ടിക്ക് ആ മേളിൽ ഇരുന്നുകൊണ്ട് ആ കൊച്ചൻ നല്ലതായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പിള്ളേരെല്ലാം ഓടിച്ചെന്ന് കൈയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാരെ അങ്ങനെ കൊണ്ടുചെല്ലാൻ പറ്റത്തില്ലല്ലോ, ഇവന്മാർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കരഞ്ഞെങ്കിലോ പിന്നെ അതും ഇതാവും. അതുകൊണ്ട് പിന്നെ കാണിച്ചൊന്നുമില്ല. അവരിങ്ങനെ സൈക്കിളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമായിരുന്നു. അത് എല്ലാവരെയും ചിരിപ്പിച്ച് എല്ലാവരോടും ഹായ് ഒക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഒക്കെ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും അവിടെ കയറി കഴിഞ്ഞാൽ. പിന്നെ കുറേ നടപ്പാണ് പ്രശ്നം. നടന്ന് വേണം എല്ലായിടത്തും ചെന്ന് കാണാനായിട്ട്, അല്ലാതെ ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് അപ്പം അവരുടെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം, ഇങ്ങനെ വെള്ളം, അത് പക്ഷേ രാത്രിയിലാണത് കാണാൻ ഭംഗി. അതിപ്പോൾ പിന്നെ ചുമ്മാതെ അവരെ മക്കളെയും കൊണ്ട് അവിടെ കൊണ്ടുവന്ന് കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടെ വന്ന് കുറച്ച് നേരം അവരുമായിട്ട് അവിടെ ഇരുന്ന് അപ്പം സാൻ്റെപ്പയ്ക്ക് ഫോൺ ആരാണ്ട് വന്ന് വിളിച്ചു. അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടിരുന്ന സമയം കൊണ്ട് ലൂക്കിനെ ഇറക്കിയില്ല. ലൂക്ക് ഇറങ്ങാൻ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ ലൂക്കിനെയും ഇറക്കി. നോഹ് ഇങ്ങനെ നല്ല മിടുക്കൻ കുട്ടനായിട്ട് ഇങ്ങനെ നിന്ന് കാണുവാണേ. വെള്ളമൊക്കെ ചൂണ്ടി ഞങ്ങളെ ഏതാണ്ട് കാണിക്കുവാ, അവൻ ഞങ്ങളെ പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ആ ഇത് കണ്ടുകൊണ്ട് അവന് ഈ പക്ഷികളെ കാണുമ്പോൾ ഏത് പക്ഷിയെ കണ്ടാലും അവനോട് പറയും തത്ത എന്ന് പറയും. അപ്പോൾ അതിനെ കണ്ട് തത്തേന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ മ്യൂസിക്കൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അവൻ അതിൻ്റെ ഒരു ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ അവർ നിൽക്കും. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നോക്കൂട്ടനായിരുന്നു. ലൂക്ക് പിന്നെ കുഴപ്പമില്ല, അവനിങ്ങനെ ഓടി നടന്ന് കളിക്കുമെന്ന് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. നോക്കൂട്ടനായിരുന്നു, ഓട്ടത്തോടോട്ടമായിരുന്നു അവിടെ. ഞങ്ങൾ പിടിച്ച് വണ്ടിയെ കയറ്റും, അവൻ ഓടും. പിന്നെ ലൂക്ക് ഇത്തവണ നല്ല കുട്ടിയായിട്ട് അവൻ ഇങ്ങനെ നടക്കുമായിരുന്നു. മമ്മിയുടെ കൂടെയാണേലും പപ്പയുടെ കൂടെയാണേലും വണ്ടിയിലാണേലും ഒക്കെ ഭയങ്കര ഇതായിരുന്നു. ഇവനെ ആണെങ്കിൽ നിലത്തോട്ട് ഇരുത്താൻ മതി, നോഹ് നിലത്തോട്ട് നിർത്തി അവൻ ഓടും. അവനാണെങ്കിൽ കളിക്കണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് മറ്റുള്ള പിള്ളേരെയൊക്കെ കാണുമ്പം അവർക്ക് ഓടിക്കളിക്കാൻ തൊടണം എന്നൊക്കെ ആഗ്രഹം കാണും. അങ്ങനെ ഞങ്ങൾ നോക്കൂട്ടനെ പിന്നെ നടത്തി. അവൻ നടന്നോട്ടെന്ന് കാണിച്ച്, അവൻ കണ്ടോ നടക്കുക, അവൻ സന്തോഷം കൊണ്ട് അവൻ കൈയടിച്ച് പാസ്സാക്കിയൊക്കെ അങ്ങ് നടക്കുക. എന്നിട്ട് അവൻ മുന്നോട്ട് നടക്കത്തില്ല, മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ തിരിഞ്ഞ് നടക്കും. അതാണ് അവൻ്റെ സ്വഭാവം. പിന്നെ ഞാൻ പിന്നെ തിരിച്ചോടേണ്ടി വരും. പിന്നെ ഒരു കൊച്ചിനെ കണ്ടുകൊണ്ട് അതിൻ്റെ കയ്യിൽ എന്തോ ഒരു പാവ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് അത് നോക്കി നിന്നു. അപ്പോൾ അതിൻ്റെ പപ്പ പറയുന്നുണ്ട് എന്താ കൊടുക്കാൻ. അതിപ്പോൾ അതും കുഞ്ഞല്ലേ, അത് കൊടുക്കുമോ. പിന്നെ ഇപ്പന്മാർക്ക് അത് കൊടുത്തിട്ടും കാര്യമില്ലെന്നറിയാം, അത് പൊട്ടിച്ച് കളയും. എന്നാലും ഞങ്ങൾ പിന്നെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് മമ്മി പറയുന്നുണ്ട്. പപ്പായെ ഓടിവാ ദൈവൻ അതിൻ്റെ പുറകെ പോകണമെന്നും പറഞ്ഞ് അങ്ങനെ അവൻ തിരിച്ച് വന്നിട്ട് പിന്നെയും തിരിച്ചങ്ങോട്ട് പോവാം. അവിടെ വേറൊരു ഫാമിലി അവിടെ നിൽപ്പുണ്ട്, കൊച്ചുങ്ങളും ഒക്കെ ആയിട്ട്. അവൻ ഈ പിള്ളേരെ കാണുമ്പോൾ അവർക്ക് കളിക്കാനായിട്ടുള്ള ഒരു ഇതാണ് അവർ ഓർക്കുന്നത്, പാവം. അതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഇങ്ങനെ നമ്മളിപ്പോൾ ഇതിനകത്തിട്ട് വെളിയിൽ ഇറങ്ങിക്കഴിയുമ്പം അങ്ങനെ അവർ ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ അവരിങ്ങനെ ഒരു സന്തോഷം, അതാണ്. പിന്നെ ലൂക്കിൻ്റെ കൈക്ക് പിടിച്ച് കുറേ നേരം നടന്ന് പിന്നെ അതൊരു സ്റ്റേഡിയമായി. ഇവിടുത്തെ ഫുൾ പരിപാടികളൊക്കെ നടത്തുന്ന ഭയങ്കര നല്ല നല്ല പാട്ടുകളും ഗാനങ്ങളും പരിപാടികൾ ഫുള്ളും നടത്തുന്ന സ്റ്റേഡിയമായിരുന്നു അത്. പറഞ്ഞു തന്നായിരുന്നു സാൻഡോ പപ്പ. ഇന്ന ആൾക്കാരൊക്കെ വന്നായിരുന്നു, അറേഞ്ച്മെൻറ്റ് അവിടെ
അതൊക്കെ അതിന് വേണ്ടി പരിപാടി നടത്താൻ അങ്ങനെ അതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ അത് കഴിഞ്ഞ് നടന്ന് എല്ലാ രാജ്യങ്ങളുടെയും എനിക്കൊന്നും അറിയില്ല. പിന്നെ ഓരോരോ ഫുഡ് കോർട്ടാണ്. ഓരോ ഭക്ഷണം ഓരോ വെറൈറ്റി ഭക്ഷണമാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ മാങ്ങ വാങ്ങിക്കാൻ വന്നു. അപ്പോൾ ഈ മാങ്ങയുടെ കാര്യം നേരത്തെ തൊട്ടേ ഇവിടെ നമ്മുടെ വീട്ടിലിങ്ങനെ ടോൺസി മമ്മി പറയും, ഇങ്ങനെ പല കളർ മാങ്ങയുണ്ട് രഞ്ജുമാൻറ്റി, നമുക്ക് പിന്നെ പപ്പായിട്ട് പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് അത്ര ഇതെനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എന്തോ ഒരു വീഡിയോ കണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അതൊക്കെ പറഞ്ഞ് ഞങ്ങളത് കഴിക്കാനായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. മമ്മി അത് ആഗ്രഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ പച്ച ചോദിക്കുന്നു, ചുമല, അങ്ങനെ ഓരോന്നിൻ്റെയും ഒക്കെ ചോദിക്കുന്നത്. അതിന് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ഇത് കഴിക്കുന്നത് കൊണ്ട് ഇങ്ങനത്തെ ചുമന്ന മാങ്ങയൊക്കെ ഉണ്ടോയെന്ന് അറിയത്തുപോലും ഇല്ല. നമുക്ക് എന്താണേലും കൊള്ളാം, എങ്ങനാണെങ്കിലും കളർ എങ്ങനെ വരുന്നെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ മാങ്ങ അത് വാങ്ങിച്ചിട്ട് പകുതി ഒരെണ്ണം എടുത്തിട്ട് പകുതി അവർക്കൊന്ന് അടങ്ങിയിരിക്കാനായിട്ട് അവർക്ക് ജസ്റ്റ് അവരുടെ കയ്യിലോട്ട് ഒരു 2 കഷ്ണം വീതം ഒടിച്ച് അതിലോട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അതിനകത്ത് ഈ എന്തോ മുളക് പൊടിയോ പഞ്ചസാരയോ ഉപ്പോ ഏതാണ്ട് മിക്സ് ചെയ്തൊരു ഇതാണത്. പക്ഷെ അതിന് മാങ്ങയെ മുക്കി തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റെന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. മമ്മിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. നമ്മൾ ഇങ്ങനൊരു മാങ്ങ ഞാനും കണ്ടിട്ടില്ല, നാട്ടിലും കണ്ടിട്ടില്ല. നമ്മൾ പച്ചമാങ്ങയും മഞ്ഞമാങ്ങയും അല്ലേ കണ്ടിട്ടുള്ളൂ. പഴമാങ്ങ എന്നൊക്കെ മോഡലല്ലേ നമ്മൾ കണ്ടുള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ അതും കഴിച്ചുകൊണ്ടിരിക്കുന്ന അത് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അതുങ്ങളും അടങ്ങിയിരിക്കുമായിരുന്നു. ആ മാങ്ങയും കൊടുത്ത് നമ്മൾ കഴിച്ച് തീർന്നു കഴിഞ്ഞ് കുറച്ചുകൂടെ അതിൻ്റെ മാങ്ങാണ്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് കഴിക്കണമെന്നൊക്കെ ഓർത്തുകൊണ്ട് ഞങ്ങളിങ്ങനെ അതും കൊണ്ട് അവിടെ അവിടെ നിന്ന് തിന്നണ്ട, പുറത്ത് നടന്ന് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നു. അപ്പം പതിയെ അമ്മി കുറച്ച് കഴിച്ച് അന്ന് അത് കളയുന്നതിന് മുന്നേ കുറച്ച് ഞാനും അങ്ങ് കഴിച്ച് ഞങ്ങൾ പിന്നെ അയ്യോ ഭയങ്കര പുളിയല്ലേ എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് അതിൻ്റെ ഇവിടെ ഇച്ചിരി ദശയ്ക്ക് ഭയങ്കര പുളിയായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ആ പൊടിക്കകത്ത് കലക്കി കഴിച്ചുകൊണ്ട് നമുക്ക് തിന്നുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ആ ആഗ്രഹം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നടന്ന് പിന്നെ അതൊക്കെ കാണാമെന്നൊക്കെ കണ്ടിട്ട് പാർക്കൊക്കെ ഉണ്ട്. പാർക്കൊക്കെ എന്ന് വെച്ചാൽ ഇവന്മാർ കുഞ്ഞുങ്ങളല്ലേ, അത്ര കളിക്കാനുള്ള പ്രായമായില്ലല്ലോ, എങ്ങും കയറ്റി ഇരുത്തി കളിക്കാനുള്ള പ്രായമൊന്നും ആയില്ല. അതിലൊന്നും കയറാനും പോലും വയ്യ. പക്ഷേ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേടി കൊണ്ട് വയ്യ. അതിലൊക്കെ കയറ്റാൻ പറ്റുമോ ഇവരെ? അറിവൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അവന്മാരെ അതിലൊക്കെ കയറ്റിയിരുത്താം, എന്തെങ്കിലുമൊക്കെ ഇത് കാണിക്കാൻ നോക്കാം. ഇപ്പം ഓടി നടക്കുന്ന കുഞ്ഞു പിള്ളേരല്ലേ അവർ. അപ്പം അങ്ങനെ അതെല്ലാം കണ്ട് അതുങ്ങൾക്കും സന്തോഷം. അങ്ങനെ നടന്ന് ഞങ്ങളെല്ലാവരും കൂടെ. പിന്നെ ഞാനിടയ്ക്ക് ഇങ്ങനെ വീഡിയോ പിടിക്കുന്നത് ഞാൻ ഏറ്റവും പുറകെ ആയിപ്പോവും. പിന്നെ ഞാൻ ഓടിപ്പിടിക്കും. അങ്ങനെ ഓടി ഞാൻ കുറച്ചെല്ലാം നടന്ന് പിന്നെ ഞങ്ങളങ്ങോട്ട് പോയ എന്തോ കാഴ്ച എന്തോ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുക പാർക്കിൻ്റെ അവിടോട്ട്. അത് കഴിഞ്ഞ് പിന്നെ അവന്മാർക്ക് അതിനകത്ത് ഇരുന്നിട്ട് ബോറടിക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞ് ഇറക്കി വിടാനും പറ്റത്തില്ലല്ലോ നമുക്ക്. അതിലമ്പഴി ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അതുങ്ങൾ ഓടിപ്പോയെങ്കിലല്ലോ. മമ്മി ഏതാണ്ടെല്ലാം പറയുന്നുണ്ട് ബാന്ന് എന്നോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് നമുക്ക് കുറച്ച് നേരം ഇവന്മാർക്ക് എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇവന്മാർക്ക് എന്നായെങ്കിലും കുറിക്കാനോ എന്നെങ്കിലും കൈ കൊടുത്ത് കഴിയുമ്പോൾ അതുങ്ങൾ അവിടെ ഇരിക്കും. പിന്നെ സാൻ്റപ്പപ്പ നടന്ന് എവിടെയാണ് ഈ എറിയുന്നതോ ഏതാണ്ടൊരു സംഭവമുണ്ട്, എറിഞ്ഞാൽ എന്തോ കിട്ടുമെന്ന്. അപ്പം പുള്ളി എറിയുന്നതിനല്ല ഉദ്ദേശിച്ചത്, പുള്ളി ഗൺ ഷൂട്ട് ഉണ്ടോയെന്ന് ചോദിക്കുന്നത്. ഈ ഷൂട്ട് ചെയ്തിട്ട് എന്തോ ഇങ്ങനെ ഏതാണ്ട് വാങ്ങിക്കുന്ന ഒരു സാധനമാണ്. അതും ഒരു കളിയാണെന്നാണ് തോന്നുന്നത്, ഗെയിം പോണക്കത്തെ. അപ്പം ഇത് വേറൊരു ഇതാണ്, ഏതാണ്ട് കുപ്പി നിരത്തി വെച്ചിട്ട് എറിയണോ അങ്ങനെ കണ്ട് ഏതാണ്ടൊക്കെ ചോദിക്കുക. അപ്പോൾ അത് പുള്ളിക്ക് ഉണ്ടോ വെടി വെക്കുന്നുണ്ടോ എന്ന് ഏതാണ്ടൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു അതിവിടെ അല്ല അങ്ങ് മാറിയാന്നൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങോട്ട് അവിടെയാന്നൊക്കെ മനസ്സിലായി. അത് ഓക്കെ എന്നാൽ അതൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പിള്ളേരുമായിട്ട് തിരിച്ച് അത് ചോദിക്കാൻ നടന്നു വരുക ഇതെവിടാന്നറിയാൻ. അങ്ങനെ പിന്നെ ഞങ്ങളെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് നിർത്തി തിരക്കി. ഞങ്ങളവിടെ നിന്നപ്പോഴാണ് ഈ ഒരു സാധനം, എൻ്റെ ദൈവമേ, അത് താഴെ നിന്ന് ആൾക്കാരെ എല്ലാം നിറച്ച് ഫുള്ളും കയറ്റിയിട്ട് അത് നേരെ അങ്ങ് മുകളിലോട്ട് പോകുമെന്ന് വെച്ചാൽ അങ്ങ് മുകളിൽ അങ്ങ് ഭയങ്കര പൊക്കമാണ് അതിന്. എൻ്റെ അമ്മേ, ഞാൻ വീഡിയോ എടുക്കുക. കുറച്ച് നേരം തന്നെ എനിക്ക് 1 മിനിറ്റ് കൂടുതൽ നിന്നപ്പോൾ തന്നെ എൻ്റെ പെടലി കഴിച്ച്. അങ്ങ് മുകളിലോട്ട് നോക്കി നിന്നിട്ട് ഞാൻ നോക്കുമ്പോൾ അത് അങ്ങ് മുകളിൽ ചെന്ന് അതിൻ്റെ മുട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നിന്ന്
അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് അപ്പോൾ പാട്ടാണ് ഇവിടുന്ന് കയറി പോകുമ്പോഴേ താഴെ മ്യൂസിക്കൊക്കെ ഭയങ്കര മ്യൂസിക്കാണ്. അത് മേളിൽ ചെന്ന് സ്റ്റക്കായിട്ട് കുറച്ച് നേരം നിൽക്കുക. എന്നിട്ട് നിൽക്കി കഴിയുമ്പോൾ ആൾക്കാർക്കൊക്കെ 10 മിനിറ്റ് ലോകം മൊത്തം കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ദുബായ് മൊത്തം കറങ്ങി എല്ലാവരും അവിടെ മണ്ടയിലിരുന്ന് കണ്ട് കഴിയുമ്പോൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് കുറച്ച് നേരം നിന്ന്. അപ്പം ഞാൻ പതിയെ താഴെ വീഡിയോ താഴോട്ടാക്കി ഇങ്ങനെ താഴെ വന്നിട്ടും ഇങ്ങനെ വീഡിയോ പതിയെ മേളിൽ കൊണ്ട് നിൽക്കുമല്ലേ, അപ്പം ഞാൻ താഴോട്ട് കുറച്ച് നേരം നിന്ന് താഴോട്ട് കാണിച്ചിട്ട് പിന്നെ മേളിൽ പതിയെ ഇറങ്ങി മേളിൽ അങ്ങനെ നോക്കിയപ്പോൾ വരുന്നു മുകളിൽ നിന്ന് അത് പെട്ടെന്ന് ഷൂന്ന് പറഞ്ഞ് താഴോട്ടേക്ക് പോകുന്നു. ഞാനങ്ങ് പേടിച്ചു. പെട്ടെന്ന് നമുക്ക് നെഞ്ചിടിക്കത്തില്ലേ, അങ്ങനെ അത് പെട്ടെന്ന് പിന്നെ ആ താഴോട്ട് വന്നിട്ട് പിന്നെ പതിയെ സ്ലോയിൽ ഇറക്കി. പിന്നെ ആളെല്ലാം ഇറങ്ങി. പിന്നെ അതിൻ്റെ മേളിലൊരു സാധനം പോയായിരുന്നു, അത് പതിയെ തിരിച്ച് താഴോട്ട് വന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ കറങ്ങുന്ന സാധനം ഇതിലൊക്കെ മനുഷ്യരെങ്ങനെ കയറിയിരുന്ന് കറങ്ങുമെന്ന് എനിക്കറിയില്ല. എന്നുവെച്ചാൽ തല കറങ്ങിപ്പോകത്തില്ലേ മനുഷ്യരുടെ. എന്നാലും അതിനകത്ത് ആൾക്കാർ കയറിയിരുന്ന് കറങ്ങും കേട്ടോ. എന്താണേലും കൊള്ളാം, ആർക്കും പേടിയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അതും എല്ലാം കണ്ട് തിരിച്ച് നോക്കുട്ടനുമായിട്ട് ഞാനും അമ്മയും നോക്കുട്ടനും കൂടെ നടന്നു വരുവാ. നോക്കുട്ടന് അപ്പം താഴെ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. താഴെ ഇറങ്ങിയാൽ പിന്നെ അവൻ ഓട്ടമായിരിക്കും, അതാണ് പിന്നെ ഇറുക്കി പിടിച്ചു വെച്ചിരിക്കുന്നത്. എന്നാലും അമ്മയും മോനും കൂടി ഇച്ചിരി നേരം നടന്ന് അപ്പം ഞാൻ മുന്നേ നടന്നൊന്ന് വീഡിയോ എടുത്ത് രണ്ടുപേരുടെ. എന്നാലും നോക്കുട്ടൻ ഇരിക്കുന്നില്ല, നോക്കുട്ടൻ ഇറങ്ങണം, താഴെ ഇറങ്ങണം. അമ്മ അതിന് മുറുക്കെ പിടിക്കുക താഴെ ഇറങ്ങുന്നതിനെ. താഴെ ഇറങ്ങി അവൻ ഓടിപ്പോകത്തില്ലേ. പിന്നെ സഹിയിട്ട് കഴിഞ്ഞപ്പോൾ അമ്മ 10 മിനിറ്റ് താഴെ ഇറക്കിയിട്ട് അവനപ്പം അങ്ങനെ കുറച്ച് നേരം അവിടെ നോക്കി അങ്ങനെ നിന്ന് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകണമല്ലോ. പിന്നെ അവിടെ വേറെ എന്തൊക്കെയോ കാഴ്ചകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പറഞ്ഞെന്നാൽ ഇത് ചെറിയൊരിതാണേ, അത് പിന്നെ വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. അത് ചെറുതായിട്ട് പൊങ്ങിയിട്ട് കുറച്ച് ആൾക്കാരെ പൊങ്ങിയിട്ട് പിന്നെ പതിയെ തന്നു. അത് ചെറുതായിരുന്നു, അത് വലിയ പേടിക്കാനൊന്നുമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നടന്ന് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഞാനിങ്ങനെ നടന്ന് വരുമായിരുന്നു. എന്നാൽ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഈ വണ്ടി ഇങ്ങനെ ഓടിക്കുന്ന ഇത് വന്നു. അപ്പം ഞാനോട് തന്നെ നോക്കുട്ടനുമായിട്ട് എന്നാൽ കുറച്ച് നേരം 10 മിനിറ്റ് അവിടെ നിൽക്കാം, അപ്പോൾ അവൻ വഴക്കുണ്ടാക്കാതിരിക്കുമല്ലോ. അങ്ങനെ അവനുമായിട്ട് കുറച്ച് നേരം അതൊക്കെ കാണിക്കാൻ. അപ്പോൾ കുറച്ച് അവനൊരിതാവുമല്ലോ, അവന് താഴെ ഇറങ്ങി ഓടാനുള്ളൊരിത് മാറും. അവനാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്, അവന് ശകലം ഇഷ്ടമല്ല, മുഖം നോക്കും ഇങ്ങനെ നോക്കിയിരിക്കും. പക്ഷേ ലൂക്കാണെങ്കിൽ ഇടയ്ക്ക് അവൻ ക്യാമറയിലോട്ടൊക്കെ നോക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഫോട്ടോ ഒക്കെ വീട്ടിലിരിക്കുമ്പോൾ എടുക്കുമ്പോഴാണല്ലോ ഇപ്പം പെട്ടെന്ന് അങ്ങനെ നോക്കത്തില്ല, എന്നാലും പതിയെ നോക്കത്തുള്ളൂ. കണ്ടോ അങ്ങനെ അവനത് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഞാൻ നിർബന്ധിച്ചൊക്കെയാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് തന്നെ. എന്നിട്ട് പിന്നെ അവിടുന്ന് നടന്നിങ്ങോട്ട് വന്നിട്ട് ഇരുന്നപ്പം അവിടെ വേറൊരു ഇത് തന്നെ, കുറച്ച് കുഞ്ഞു ഡക്കും കുഞ്ഞുങ്ങളും കളിക്കുന്നതാണേ. അങ്ങനെ വലിയൊരു ഡക്കും പിന്നെ ചെറിയൊരു ഡക്കും അങ്ങനെ ഫുൾ അതിനകത്ത് നിറച്ച്. പിന്നെ കുറച്ച് നേരം അവിടെ നിർത്തി അവനെ കാണിച്ച്. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് നടന്ന് ഓരോന്നും എടുത്തെടുത്ത് വരിക. വീഡിയോ ഒക്കെ ചുമ്മാ ഞാനെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് അതൊരു ഊഞ്ഞാലാണ്. എൻ്റെ പൊന്നേ, ആ ഊഞ്ഞാലേ കയറുന്നവരുടെ പേടിച്ച് ചാവുമെന്ന് പറഞ്ഞു. എന്നാലും മനുഷ്യനെ പേടിയില്ല, എന്നാലും അതൊക്കെ കയറിയിരുന്ന് ആടും. അത് ഭയങ്കരമായിട്ട് ആടിയിട്ട് പൊങ്ങും. ഭയങ്കര അതൊക്കെ കണ്ടിട്ട് കഴിഞ്ഞ് പേടി വന്നു. അത് കഴിഞ്ഞ് തിരിച്ച് അവിടെ നിന്ന് നടന്ന് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് വന്നു. അപ്പം എന്തെങ്കിലും കഴിക്കണമല്ലോ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങ് മാറിയൊരു അവിടെ ഒരു കട ഇതാണ് കയറിയത്. അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് അങ്ങനെ ഓരോ രാജ്യക്കാരുടെ ഓരോ ഭക്ഷണമുണ്ട്. അപ്പം നമുക്ക് വേണ്ട വേറെ ഇതായതുകൊണ്ട് നമ്മൾ അവിടെ നടന്ന് അവിടെ പോയി കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ പിന്നെ വേറെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇനിയിപ്പം വേറെ രാജ്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ എനിക്കതൊന്നും ശരിക്ക് ഞാനിങ്ങനെ അത് വീഡിയോ എടുക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് കട്ട് ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നു, കട്ട് ചെയ്യുന്നു, പിന്നെ കുറച്ച് അങ്ങനെയൊക്കെ കാണുന്നു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അപ്പം പിന്നെ ഇന്ത്യ കാണണമല്ലോ, ഇന്ത്യയുടേതും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ ഇന്ത്യയുടേതും കൂടെ ഒന്ന് കണ്ടേച്ച് നമുക്കങ്ങനെ കറങ്ങി അവരെയും കൊണ്ട് അങ്ങനെ നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇന്ത്യയുടെയാണത്. ഇന്ത്യ ആ രാജ്യം നമ്മുടെ രാജ്യക്കാരുടെയാണ് ആ ഒരു കോമ്പൗണ്ട്. അതിനകത്ത് കയറിയ നമ്മുടെ ഫുഡും നമ്മുടെ കലകളും ഒക്കെയാണ് അതിനകത്ത് സംഭവം ഫുള്ളും. അങ്ങനെ നമ്മുടെ വസ്ത്രം, ഉടുപ്പ് ടെക്സ്റ്റൈൽസും അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ നാടൻ രീതിയിലുള്ള കാര്യങ്ങളാണ് അതിനകത്ത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് ഇന്ത്യ കണ്ട ആന തുമ്പിക്കൈ ആനയുടെ ഒരു ഭയങ്കര ഒരു പ്രതിമ അവിടെ വെച്ചിരിക്കുന്നത്. അത് പിന്നെ അതൊക്കെ കണ്ട് അവിടുന്ന് പിന്നെ
എല്ലാം കുറേശ്ശെ ആയിട്ട് വീഡിയോ എടുത്ത് ഞാൻ പിന്നെ ഒരിക്കൽ പോകുമ്പോൾ മൊത്തം ഫുൾ എടുക്കാമെന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അവിടുന്ന് പിന്നെ കുറേശ്ശെ ആയിട്ട് അതെല്ലാം എടുത്ത് പിന്നെ ഞാൻ പുറകെ പതിയെ നടന്നു. അവരപ്പം മുന്നേ നടന്നു പോയി. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ പുറകെ നടക്കുക. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഒക്കെ നടന്ന് വീഡിയോ എടുത്തൊക്കെ വരുന്നതാണ് ആ രംഗങ്ങൾ. കുറച്ച് ആദ്യമായിട്ട് കാണുന്നതല്ലേ നമ്മൾ, കണ്ടോ ഇന്ത്യയുടെ ഭയങ്കര രസമാണ് കേട്ടോ. അവിടെയൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര വൃത്തിയും ഭയങ്കര ഇതാണ്. നല്ല നല്ല ഒരു അതൊക്കെയോ ഇല്ല, നല്ലതെന്ന് വെച്ചാൽ ഭയങ്കര നല്ലൊരു സ്ഥലം. ഗ്ലോബൽ വില്ലേജ് അത് എല്ലാവരും പോയി കാണണം കേട്ടോ. നല്ലതാണ്, ഇവിടെ ഉള്ളവരൊക്കെ പോയി കാണട്ടെ, നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇനി ഒന്നുകൂടെ പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. ഇനിയിപ്പം ഇവന്മാർ കുറച്ചുകൂടെയൊക്കെ ആയിക്കഴിഞ്ഞ് വൃത്തിയായിട്ട് അവിടെയൊക്കെ നമുക്കൊന്ന് സമാധാനമായിട്ട് പോയി നിന്ന് കാണാൻ പരുവത്തിന്. അപ്പോൾ ഇതുങ്ങൾക്ക് കളിക്കാറൊക്കെ ആകുമ്പം ഒന്ന് പോയി കാണണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ അവിടെ പിന്നെ ഞങ്ങൾ അതിനിടയ്ക്കൂടെയൊക്കെ നടന്നു വരുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. എന്നാലും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടം പോലെ മുട്ടിയാണ് നടക്കുന്നത്. നമ്മുടെ സൈക്കിള് വണ്ടി കുഞ്ഞു വണ്ടി മറ്റൊരാളെ മുട്ടും ആ പരുവത്തിന്. അപ്പം അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, കാല് മുട്ടല്ലേ ആരെയും മുട്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. നമുക്ക് മോശമല്ലേ ഈ സൈക്കിൾ കൊണ്ട് മറ്റൊരാളെ ഇടിപ്പിച്ച് കഴിഞ്ഞാൽ. അപ്പം അത്ര ശ്രദ്ധിച്ച് നമ്മൾ നടക്കും, വലിയ സൈക്കിളല്ലേ. അങ്ങനെ നടന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ ഓർത്ത് വീണ്ടും കഴിക്കാനായിട്ട് ഞങ്ങൾ നോക്കുമ്പം പിന്നെ ഒരാഗ്രഹം, ഈ പൊട്ടറ്റോ ഇങ്ങനെ കമ്പിൽ കുത്തി അതങ്ങനെ ഒരു സാധനം ഇങ്ങനെ വറുത്തെടുക്കുന്നൊരു, അതിൻ്റെ പേരെനിക്കറിയത്തില്ല, അത് കഴിക്കാനായിട്ട് ആഗ്രഹം വന്ന്. അപ്പം ഞങ്ങൾ ആ ഒരു കട ലക്ഷ്യമാക്കി അങ്ങോട്ട് നടക്കുക. അപ്പോൾ പിന്നെ ഐസ്ക്രീം വേണോ അത് വേണോ എന്നൊക്കെ. ഐസ്ക്രീം വാങ്ങിച്ചാൽ അവർ നമ്മളെ പറ്റിച്ചിട്ടേ കൈ തരത്തുള്ളൂ, അതുകൊണ്ട് നാണക്കേട. അതെനിക്ക് മടിയായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഐസ്ക്രീം വേണ്ടെന്ന്, പൊട്ടറ്റോയുടെ അത് മതിയെന്ന് പറഞ്ഞ് അമ്മയ്ക്കും അത് മതി, അപ്പം കുഴപ്പമില്ല അത് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞിട്ട് കണ്ടപ്പോൾ ത്തേക്കുണ്ടോ അവ കടയിൽ കയറി അവിടെ നിൽക്കും. അപ്പം ഞങ്ങൾ അവിടെ വെളിയിൽ നിന്ന്, നോക്കൂട്ടനാണ് കാറല് അവൻ്റെ പപ്പായ എടുക്കണമെന്നും പറഞ്ഞ വഴക്ക്. ലൂക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല, ലൂക്കിനും ഞാനും കൂടെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് അവർ ആ കടയിൽ നിന്നപ്പോൾ ഞങ്ങൾക്കും ഒരു വീഡിയോ ഒക്കെ വേണ്ടേ. അപ്പോൾ ഞാനും കുഞ്ഞും കൂടെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അത് പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. കഴിച്ചൊക്കെ തീർന്ന് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഈ പാവ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പാവക്കട ചേട്ടൻ്റെ അടുക്ക വന്നിട്ട് അത് വാങ്ങിക്കാനായിട്ട് നിൽക്കുവാണേ. അങ്ങനെ ഇത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പാവ വാങ്ങിക്കുന്നത്. ആ പാവ വാങ്ങിച്ചാൽ അത് ഇവർ കടിച്ച് കളയുമെന്നുള്ള കാര്യം ഞങ്ങൾക്കത് ഉറപ്പായിരുന്നു. അപ്പം എന്താണേലും വന്നിട്ടൊന്നും വാങ്ങിക്കാതെ പോകുന്നത് അത് അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ അത് ഒരെണ്ണം വാങ്ങിച്ച് കൊടുത്ത് അത് സൈക്കിളിൽ കെട്ടി വെച്ചിട്ട് അതില്ല നോഹ് അത് കൊടുക്കത്തില്ല. ലൂക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ചോദിക്കുമ്പം നോഹ് അത് കൊടുക്കത്തില്ല. നോഹ് അത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവനത് പൊട്ടിച്ച് കളയാനാണ്, അവനത് കൊടുക്കത്തില്ല. അപ്പം മമ്മി പറഞ്ഞ കണ്ടാ പപ്പയുടെ മോനത് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ലൂക്കിന് കൊടുക്കുന്നില്ലെന്നും പറഞ്ഞു. അപ്പം പിന്നെ പിള്ളേരല്ലേ, അവന്മാർ രണ്ടുപേരും കൂടെ തട്ടും, അത് വാങ്ങിക്കും. ലൂക്ക് അത് പിടിച്ച് വാങ്ങിക്കും, നോഹ് അത് പിന്നെയും തിരിച്ച് പിടിച്ച് വാങ്ങിക്കും. പിന്നെ പപ്പേൻ്റെ അടുത്ത് നോഹിൻ്റെ കയ്യെല്ലാം കണ്ട് കെട്ടി വെച്ച് അങ്ങ് കൊടുത്തു. അപ്പോൾ നോഹ് പിടിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറങ്ങാനായിട്ട് രാത്രിയായി. പിന്നെ ഞങ്ങൾ ഇറങ്ങാം എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വീണ്ടും ഞാൻ അവിടെ എല്ലാം ഒന്ന് ഫോട്ടോ എടുത്ത് ഇറങ്ങാനുള്ള വഴിയിലോട്ട് പപ്പ നടന്നുകൊണ്ടിരിക്കുക. എല്ലാം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് എല്ലാം വാങ്ങിച്ചു. ഞങ്ങൾ അത്യാവശ്യം കുറച്ചൊക്കെ കഴിച്ച് അങ്ങനെ അവിടുന്ന് ഇറങ്ങാൻ പോവാണേ. ഇനിയിപ്പം പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ടും അവിടെ എല്ലാം ആൾക്കാർ ഫുള്ളും ആളാണ്. എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന അനുസരിച്ച് നമ്മളെ ഇങ്ങോട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ 4 മണിയാകുമ്പോൾ വന്ന് രാത്രിയായപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോവുക. അപ്പോൾ വീണ്ടും ആൾക്കാർ അവിടെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ആൾക്കാരുടെ ബഹളം, അതിനകത്ത് കാല് കുത്താൻ സ്ഥലമില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ ആദ്യം ആ ഇടവഴി കയറിയപ്പോൾ ഞങ്ങൾ ആ സൈഡിൽ കൂടെ അതിൻ്റെ സൈഡ് വഴി ഇറങ്ങി വരാൻ വന്നപ്പോൾ ഫുള്ളും ആൾ ഇടിച്ച് നമുക്ക് ഒരാൾ മുട്ടി ഇങ്ങനെ വരുന്നത് ആൾക്കാർ, അത്രയ്ക്ക് ആളായിരുന്നു. പിന്നെ ഞങ്ങൾ അതിനടുത്ത് ഇറങ്ങുമല്ലേ എന്നോർത്ത് പിന്നെ ഞാനും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ആ വാതിൽക്കൽ കൂടെ അതിലമ്പഴിയാണ് ഇറങ്ങുന്നത്. അതിലമ്പഴി ഇറങ്ങാനായിട്ട് എൻ്റെ പപ്പായും മക്കളും മുന്നേ പോയി, ഞങ്ങൾ പുറകെ ഇറങ്ങി. പിന്നെ ഞാൻ ഇറങ്ങുമല്ലേ എന്ന് കണ്ട് ഞാൻ തിരിഞ്ഞ് നിന്ന് ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തിരിഞ്ഞ് എക്സിറ്റ് അടിച്ച് ഇറങ്ങി.
ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞാൻ ഇറങ്ങാനായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പം കുറച്ച് നേരം കൂടെ ഒന്ന് പിന്നെ അവിടെ ഇറങ്ങാനായിട്ടെല്ലാം എടുത്ത വീഡിയോ പിന്നെ ഞാൻ തിരിഞ്ഞ് നിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നിട്ട് പോയി. ഒന്നുകൂടെ എടുക്കാമെന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ തിരിഞ്ഞ് നിന്ന് ഒന്നുകൂടെ അവന്മാരും ഒന്നുകൂടെ ഒക്കെ ഞാൻ വീണ്ടും വീഡിയോ എടുത്ത് വീണ്ടും തിരിഞ്ഞൊന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി പോരുമല്ലേ. അങ്ങനെ പിന്നെ വരാമെന്നും പറഞ്ഞൊക്കെ പോന്നു. ഇറങ്ങുന്നു. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അവരും 4 പേരും കൂടെ മുന്നേ പോയി. അപ്പം ഞാൻ ഓടിപ്പിടിക്കണം അവരുടെ ഒപ്പം. ഞാൻ വീഡിയോ എടുത്ത് പുറകെ വരുന്നത് കൊണ്ട് അത് ഒന്നും കുഴപ്പമില്ല. ഞാൻ അവിടെ ഭയങ്കര വെട്ടമൊക്കെയാണ്. അപ്പോൾ അവർ തൊട്ട് മുന്നേ ഉണ്ട്. എന്നാലും ഞാൻ ഓടിപ്പിടിക്കും. അത് കട്ട് ചെയ്യും, ഓടിപ്പിടിക്കും, കുറച്ച് വീഡിയോ എടുക്കും, കട്ട് ചെയ്യും, ഓടിപ്പിടിക്കും, അങ്ങനെയായിരുന്നു. പിന്നെ റോഡ് ക്രോസ് ചെയ്യണം അവിടെ പോയി. അതിന് വേണ്ടി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. ഇനി ഞങ്ങൾ കാർ പാർക്ക് ചെയ്യുന്നിടത്ത് പോകണം. അങ്ങനെ പിന്നെയും തിരിഞ്ഞ് നിന്ന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗ്ലോബൽ വില്ലേജ് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. ഞങ്ങൾ ഇനിയൊരു ദിവസം നന്നായിട്ട് കാണാനായിട്ട് വരണമെന്നൊക്കെ വിചാരിച്ചിരിക്കുക. ഇപ്പം ഒന്നാമത് തണുപ്പൊക്കെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് അധികം സമയമൊന്നും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുങ്ങൾക്ക് വല്ലതും പനിയോ വല്ലതും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പാടല്ലേ. ഇവർക്കൊക്കെ ജോലിക്ക് പോകണം 2 പേർക്കും. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി അങ്ങ് ഇരുട്ടാൻ നിന്നില്ല, രാത്രിയാകാൻ നിന്നില്ല. അതിന് മുന്നേ രാത്രി ഒത്തിരി ഇരുട്ടുന്നതിന് മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം പിന്നെ ഞങ്ങൾ വന്നു. റോഡ് ക്രോസ് ചെയ്യാൻ കുറച്ച് നേരം നിൽക്കണം. റോഡ് ക്രോസ് ചെയ്യാനായിട്ട് കുറച്ച് നേരം നിന്നപ്പം 2 പേരും ബലൂൺ അങ്ങോട്ടടിക്കുന്നു ഇങ്ങോട്ടടിക്കുന്നു. 2 പേർ. നോഹ് കൊടുക്കത്തില്ല ലൂക്കിന്. നോഹങ്ങ് മാറ്റി പിടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ തന്നെ കഴിഞ്ഞ് വീണ്ടും ഞാൻ റോഡ് ക്രോസ് ചെയ്യുന്ന ഗ്ലോബൽ വില്ലേജിൻ്റെ ഫോട്ടോ ഒന്നുകൂടെ വീഡിയോ എടുത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പിന്നെയും ഞാൻ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഇതുമില്ല. നല്ല രസമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. മമ്മിയൊക്കെ വന്നതുകൊണ്ട് ടോൺസി മമ്മിയൊക്കെ വന്നതുകൊണ്ട് ടോൺസി മമ്മിക്കൊക്കെ ഇഷ്ടമായിരുന്നു. എന്നാലും ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് എനിക്കൊരു പ്രത്യേക ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യുവാണ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആൾക്കാരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി വേണം റോഡ് ക്രോസ് ചെയ്യുന്നതിനും അവിടെ ആളാണ്. അതിനെന്താ വണ്ടി നന്നായിട്ട് ഓടുന്നതാണ് വഴി. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതാണ് എല്ലാവരും ഇങ്ങപ്പുറത്തോട്ട് കടത്തി വിടുന്നത്. അങ്ങനെ പിന്നെ ഞാൻ കാർ പാർക്കിങ്ങിൻ്റെ ഇപ്പുറത്തായിട്ട് വന്നിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടെ സൂം ചെയ്തെടുത്ത്. ഞങ്ങൾ കണ്ടതല്ലേ, ഒന്നുകൂടെ ഗ്ലോബൽ വില്ലേയുടെ വീഡിയോയൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കും. പിന്നെ എൻ്റെ വീഡിയോ എടുക്കും. എന്നിട്ട് മമ്മി അവർ മുന്നേ പോയി, അങ്ങ് നടന്നു മുന്നേ. ഞാൻ പതിയെ വീഡിയോ എടുത്തുകൊണ്ട് പുറകേ വരുക. ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുവാ നടന്നു, ഞാൻ വരുവാ, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് വന്ന് പിന്നെ ഞങ്ങൾ കാറിൽ കയറി. അപ്പം ഞങ്ങൾ അതിനകത്ത് നിന്ന് ഞാൻ ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്ത് അതിനകത്ത് ക്ഷീണിച്ച്. അതിനകത്ത് കയറിയപ്പോൾ തന്നെ 2 പേർക്ക് ക്ഷീണമായി. എന്നുവെച്ചാൽ നോഹാണെ കാറിൽ കയറി കഴിഞ്ഞാൽ അപ്പം കിടക്കും. അതുവരെ അവൻ അവിടെ എല്ലാം ഓടി മറിഞ്ഞ് നടന്നിട്ട് അവനൊരു പ്രശ്നവും ഇല്ല. കണ്ടോ, കാറിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവന് പാവം കുട്ടിയായിട്ട് അവൻ അങ്ങനെ ഇരിക്കും. 2 പേർക്കും കിടക്കണം. അങ്ങനെയൊക്കെയാണ്. പിന്നെ അവർ ഉറക്കമൊന്നും ശരിയാകാത്തത് കൊണ്ട് കണ്ണൊക്കെ തിരുമുന്നുണ്ട്. ക്ഷീണം 2 പേർക്കും. അങ്ങനെ ഒരാൾ ബോളിട്ട് തട്ടി കളിക്കുകയാണ്. ഞാൻ വീണ്ടും വീഡിയോ എടുക്കുന്നു. അവനത് കടിച്ച് പൊട്ടിക്കും. ഞാൻ പറഞ്ഞു, മോനെ വീട് വരെ എത്തിക്ക്, അത് കഴിഞ്ഞ് നീ കടിച്ച് പൊട്ടിക്ക്, നമുക്ക് വീട്ടിൽ കൊണ്ട് കയറി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പൊട്ടിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പുറത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടുന്ന് കാർ പാർക്കിങ്ങിൻ്റെ അടുത്തൊന്ന് എടുത്തപ്പോൾ ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചെറുതായിട്ട് വീഡിയോ എടുത്തു. ഞങ്ങളവിടെ ഇറങ്ങിപ്പോരുന്നതിൻ്റെ ഒരിതായിരുന്നു. പിന്നെ അത് നല്ല രസമാണ്. എനിക്ക് കൊള്ളായിരുന്നു കേട്ടോ. എനിക്ക് ഇത്തവണത്തെ ന്യൂ ഇയർ കൊള്ളാം. ഞങ്ങൾ ന്യൂ ഇയർ ഞാൻ ആഘോഷിച്ചു. കുഴപ്പമില്ലായിരുന്നു. ന്യൂ ഇയർ നല്ലതായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പാട്ടൊക്കെ കേട്ട് കാറിൽ. അങ്ങനെ ഞങ്ങൾ ഈ വർഷത്തെ 2026 ഇത് ഞങ്ങളുടെ ആഘോഷം ഞങ്ങൾ കഴിഞ്ഞ് 2026 ജനുവരി 1 ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ പോയി. ഫസ്റ്റ് ട്രിപ്പ് അതായിരുന്നു ഞങ്ങളുടെ 2026. അങ്ങനെ മക്കൾക്ക് ഉറക്കം വന്നു. കുട്ടൻ ഇങ്ങനെ ഉറക്കം വന്ന് കിടക്കുവാണേ.
പാട്ടൊക്കെ കേട്ട് ഞാനതിൻ്റെ ഇടയ്ക്ക് അവനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അവനങ്ങ് ക്ഷീണമാണ്. പിന്നെ അവനെ ഉറങ്ങണം. പിന്നെ ഞങ്ങൾ വീട്ടിൽ വീട്ടിൽ ചെന്ന് കയറി അവർ പിന്നെ ഉണരും. അങ്ങനെ വണ്ടിയെ വെച്ച് ഇച്ചിരി നേരം കിടന്നെങ്കിലേ ഉള്ളൂ. അവന് വണ്ടിയെ കയറുമ്പോൾ അവന് ഭയങ്കര ക്ഷീണമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓർത്തു കുറച്ച് നേരം കിടക്കട്ടെ എന്ന് ഓർത്ത്. അപ്പോഴാണ് വണ്ടി ഓടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നോട് സാൻ്റപ്പ പറഞ്ഞാണ്ട് പ്ലെയിൻ താഴ്ന്ന കണ്ടോ എന്ന് പറഞ്ഞു. പ്ലെയിൻ താഴ്ന്നതിൻ്റെ ചെറുതായിട്ട് നമ്മുടെ വണ്ടിയുടെ മുകളിൽ കൂടെ പോകുന്നത്. അങ്ങനെ ഇച്ചിരി എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് വന്നപ്പോൾ അതങ്ങ് പോയി. പിന്നെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തു. ലിഫ്റ്റിൽ വന്ന് കയറിയിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് കയറാനായിട്ട് ലിഫ്റ്റ് നീക്കി. പിന്നെ അങ്ങനെ ഇന്നത്തെ വർഷത്തെ ന്യൂ ഇയർ കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി. ഹാപ്പി ന്യൂ ഇയർ.